കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ഓരോ വരികളിൽ നിന്നും മറ്റൊരു വരികളിലേക്ക് പ്രൗഢമായും രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടുമാണ് സംസാരിച്ചത്. ഇലക്ഷൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ അധികം സമയമൊന്നും ബാക്കിയില്ല. നമ്മുടെ നാട്ടിൽ മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളെ പോലെയും ഒരു സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് വികസന ചർച്ചകളുടെയൊക്കെ മാത്രമായി ഈ തെരഞ്ഞെടുപ്പ് മാറിക്കൂടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ നാട്ടിൻ്റെ ഏറ്റവും മൗലികമായ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഗുരുതരമാവണ്ണം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത്. മറ്റേതൊരു രാജ്യത്തെ പോലെയും 4 അതിരും ഒരു ഭരണാധികാരിയും മാത്രമുള്ള ഒരു കേവല രാജ്യമല്ല ഇന്ത്യ. വളരെ മൗലികമായ അടിസ്ഥാനപരമായ ധാർമ്മികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒക്കെ മൗലികതകളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. നിങ്ങൾ ഓർത്തു നോക്കുക, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയിലെ 600 അഭിഭാഷകന്മാർ സുപ്രീം കോടതിക്ക് കത്തെഴുതിയത് ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ പരിരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയുടെ സ്തംഭങ്ങളിൽ ഒന്നാണ്. യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള ഒരുപാട് സംഘടനകളുടെ സർവേകളിൽ ഇന്ത്യ ഏകദേശം ഒരു 5 വർഷമായി പിറകിലാണ്. എല്ലാ ഇൻഡെക്സുകളിൽ നമ്മൾ പിറകിലാണ്. പക്ഷെ അതിൽ സങ്കടമുള്ള ഒരു കാര്യം, ഡെമോക്രാറ്റിക് ഇൻഡെക്സിനകത്ത് ഇന്ത്യയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓട്ടോക്രാറ്റിക് ഡെമോക്രസിയാണ് ഇന്ത്യയിലുള്ളത് എന്നാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഏകാധിപതിയാണ് ഇന്ത്യയെ ഭരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. രാജ്യത്തെ അത്തരത്തിലൊരു ഓട്ടോക്രാറ്റിക് ഡെമോക്രസി എന്ന വിശേഷണം രാജ്യത്തിന് അപമാനകരമായ ഒന്നാണ്. രാജ്യത്തെ പട്ടിണിയുണ്ട്, വിശപ്പുണ്ട്, ദാരിദ്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. സ്ത്രീകളുടെ സുരക്ഷയുടെ പ്രശ്നമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, ഖാർഗെജി പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ നരേന്ദ്രമോദി പറയുന്നത് ഇതൊക്കെയാണെങ്കിലും ഈ രാജ്യം സമ്പന്നന്മാരാൽ നിറയുകയാണ്. ഇത്തവണ ബോംബെ 2024 ബോംബെ ഒരു മില്യണേഴ്സ് സിറ്റിയായി സമ്പന്ന നഗരമായി മാറിയിരിക്കുന്നു എന്നാണ്. അത് വസ്തുതാപരമായ കാര്യമാണ്. 2023 വരെ ബീജിംഗ് ആയിരുന്നു ലോകത്തിലെ സമ്പന്ന നഗരം. 2024 ആകുമ്പോഴേക്കും അത് ബോംബെ ആയി. കാര്യമെന്ത്? ബോംബെയിൽ അദാനിയുണ്ട്, ബോംബെയിൽ അംബാനിയുണ്ട്. ഇവരൊക്കെ ബോംബെയിൽ താമസിക്കുന്നു എന്നതുകൊണ്ടാണ്. ഞാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട് പറയട്ടെ, നിങ്ങളുടെ ഗൂഗിൾ എടുത്ത് ലോകത്തിലെ ധനാഢ്യന്മാരുടെ പേരൊന്ന് അടിച്ചു നോക്കൂ. നിങ്ങൾ ഇലോൺ മസ്ക് എന്നടിച്ചാൽ ഉടൻ തന്നെ ഗൂഗിൾ പറയും ഇലോൺ മസ്ക് ടെസ്ല കാർ ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ കമ്പനിയാണ് സ്പേസ്കോ എന്ന് പറയുന്നത്, സ്പേസ് എക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ എടുത്ത് ബിൽ ഗേറ്റ്സ് എന്നടിച്ചു നോക്കൂ, ഉടൻ തന്നെ മൈക്രോസോഫ്റ്റ് എന്ന് വരും. ഷെഫ് ബേസ് എന്നടിച്ചു നോക്കൂ, ആമസോൺ എന്ന് വരും. ഓരോ പണക്കാരന് ബ്ലാക്ക് മാ എന്നടിച്ചാൽ ഉടൻ തന്നെ അലിബാബ വരും. എന്ന് വെച്ചാൽ ഇവരൊക്കെ പണക്കാരായത് അവരുടെ തന്നെ കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് മാർക്കറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെയെങ്കിൽ അദാനി എന്താ കണ്ടുപിടിച്ചത്? അംബാനി എന്താ കണ്ടുപിടിച്ചത്? അദാനിയും അംബാനിയും കണ്ടുപിടിച്ച 2 എണ്ണം നരേന്ദ്രമോദിയും അമിത്ഷയുമാണ്. ഈ 2 സാധനത്തിനെ മാർക്കറ്റ് ചെയ്തിട്ടാണ് 2 പേരും ലോകത്ത് പൈസ ഉണ്ടാക്കിയത്. അതാണ് ലോകത്തിലെ മറ്റു പണക്കാരുമായുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. രാജ്യത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളെ മറക്കുക. എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട്, എന്നിട്ട് ചെറിയ ചെറിയ നരമ്പ് രോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മളെല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. എന്താ കാര്യം? രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കണം, ഇന്ത്യ മുന്നണിയെ ജയിപ്പിക്കണം, രാജ്യത്തിനു വേണ്ടിയാണ്.
അങ്ങനെയാണല്ലോ വന്നത് എല്ലാവരും. പക്ഷെ അതിനപ്പുറത്ത് നമുക്കിടയിൽ വേറെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്താ അത്? കുറച്ചുപേർ കോൺഗ്രസ്, കുറച്ചുപേർ ലീഗ്, കുറച്ചുപേർ കേരള കോൺഗ്രസ്, കുറച്ചുപേർ CMP, വേറെ ചിലർ ഹിന്ദു, വേറെ ചിലർ മുസ്ലിം, വേറെ ചിലർ ക്രിസ്ത്യാനികൾ. വ്യത്യസ്തമായ ഐഡന്റിറ്റികൾ നമുക്കുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അതൊക്കെ പറഞ്ഞു മാറ്റി നിർത്താം. അങ്ങനെ മാറ്റി നിർത്താൻ ഒരു ഭരണകൂടം താല്പര്യപ്പെടുക, അതിന്റെ പേരിൽ വോട്ട് ചോദിക്കുക. മോദി പറയുന്നത് ഞങ്ങൾ RSSകാർ ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ രാജ്യം ഭരിക്കുന്നവന് ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഭരിക്കാൻ പറ്റൂ? കോൺഗ്രസ് ഭരിച്ചാൽ, ഇനി CPM ഭരിച്ചാൽ, ലീഗ് ഭരിച്ചാൽ കാര്യമെന്ത്? 80% ഹിന്ദുക്കൾ ഈ രാജ്യത്തുണ്ട്. എങ്ങനെയാണ് അവർക്കല്ലാതെ ഭരിക്കാനാവുക? അവന്റെ പട്ടിണി, അവന്റെ ദാരിദ്ര്യം, അവന്റെ തൊഴിൽ, അവന്റെ ജീവിതം, അത് പ്രശ്നമല്ലേ? ഈ രാജ്യത്ത് പെട്രോളിന്റെ വില കയറിയാൽ മോദി പറയട്ടെ, ഏറ്റവും കൂടുതൽ പെട്രോളിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് 80% ഹിന്ദുക്കളല്ലേ? ഈ രാജ്യത്ത് ഡീസലിന് വില കയറിയാൽ, ഗ്യാസിന് വില കയറിയാൽ, ഈ രാജ്യത്തിന്റെ എല്ലാ നന്മയുടെയും ആദ്യ ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരല്ലേ? അതുപോലെ ദോഷത്തിന്റെയും അവരല്ലേ അഭിമുഖീകരിക്കുന്നത്? നിങ്ങൾ ഈ 10 കൊല്ലം ഭരിച്ചിട്ട് അവർക്ക് ദോഷമല്ലാതെ തൊഴിൽ, സമ്പത്ത്, ആരോഗ്യം എന്താണ് ഇവർക്ക് ലഭിച്ചത്? 80% വോട്ട് വേണം മോദിക്ക്. പക്ഷേ 80% പ്രശ്നങ്ങൾ അവർക്ക് ആവശ്യമില്ല. ഉദാഹരണം ഞാൻ പറയാം, അധികം പറയേണ്ട കാര്യമില്ല, വയനാട്ടിൽ നിന്നാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്, നരേന്ദ്രമോദിയുടെ പ്രതിപുരുഷനാണ് കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ മെനഞ്ഞാന്ന് നമ്മൾ വയനാട്ടുകാർക്ക് ഒരു ഗംഭീര ഓഫർ തന്നു. വയനാട്ടുകാര് ആവേശഭരിതരായി. എന്താ സുരേന്ദ്രൻ പറഞ്ഞാൽ, നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും. ഭയങ്കര ഓഫറാണ്. കാരണം വയനാട്ടിൽ പുലി ഇറങ്ങുന്നത്, വയനാട്ടിൽ ആന ഇറങ്ങുന്നത്, വയനാട്ടിൽ കർഷകർ മരിക്കുന്നത്, വയനാട്ടിൽ ബദൽ റോഡ് ഇല്ലാത്തത് എല്ലാം ഈ സുൽത്താൻ ബത്തേരി എന്ന പേരുള്ളതുകൊണ്ടാണ്. അത് മാറിയ പ്രശ്നം തീർന്നു. എന്റെ സുരേന്ദ്ര, ഞാൻ ചോദിക്കണത്, നിങ്ങൾ ഈ BJPക്കാർ ജനിക്കുമ്പോഴേ പൊട്ടന്മാരാണോ? അതല്ല BJPയില് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം സുരേഷ് ഗോപിയൊക്കെ ആയ പോലെ ആവുകയാണോ? എടോ, ഈ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് വയനാട്ടുകാർക്ക്, എന്തെല്ലാം ഇഷ്യൂസ്. ഇനി സുൽത്താൻ ബത്തേരി എന്ന പേര് ആരുടെയെങ്കിലും മൂത്താപ്പന്റെ പേരാ? കാലക്രമേണ ഒരു രാജ്യത്ത് വന്ന പേരല്ലേ? കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി. ഇതാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധയെ മാറ്റിവിടുകയും ആർക്കെങ്കിലുമൊക്കെ വൈകാരികതകൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന കുടിലമായ മോഡി തന്ത്രമാണ് ഇവിടെ BJPയുടെ പ്രതിനിധിയും എടുക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ എന്താ കാര്യം? ഇത് BJPയുടെ മാത്രം പ്രശ്നമല്ല, വൈകാരികമായി തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നവരുടെ മുഴുവൻ പ്രശ്നമാണ്. ഇപ്പൊ ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഈ മുസ്ലിം സമുദായത്തിന്റെ ഒരു സാമുദായിക പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മെനഞ്ഞാന്ന് CPM ഒരു പരസ്യം കൊടുത്തു. എന്താ പരസ്യം എന്നറിയാം? ഈ സമുദായത്തിന്റെ നെറ്റിയിൽ ഒട്ടിക്കണ പോലെയാണത്. ആ പരസ്യത്തിനകത്ത് CPM പറയണത് ന്യൂനപക്ഷങ്ങൾ 2ാം തരം പൗരന്മാരാകും. ആരാടോ CPM-കാരാണ് എന്നോട് പറഞ്ഞത്? ന്യൂനപക്ഷങ്ങൾ 2ാം തരം പൗരൻ. 2ാം തരം പൗരൻ എന്നത് നിങ്ങൾ ഇവിടുത്തെ RSS ഇട്ട് കൊടുക്കുന്ന വടിയാണ്, ലവ് ജിഹാദ് കൊടുത്ത പോലെ. അങ്ങനെ ഒരു പ്രയോഗം ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് സമുദായ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്ത പരസ്യം, ഈ വാചകം മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ കൊടുക്കോ? ന്യൂനപക്ഷങ്ങൾ 2ാം തരം പൗരന്മാരെന്ന് ദേശാഭിമാനിയുടെ പത്രത്തിൽ കൊടുക്കോ? എങ്ങനെയാണ് ഒരു സമുദായത്തെ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷത്തെയും തമ്മിൽ തെറ്റിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം, ഇവിടുത്തെ സംഖ്യകൾക്കുള്ള ടേമുകൾ ഉണ്ടാക്കി കൊടുക്കുക? രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. CPM-കാരാ, ഞങ്ങൾ NRC-ക്കെതിരായി സമരം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, ഞങ്ങൾ CA-ക്കെതിരെ സമരം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഏക സിവിൽ കോഡിനെതിരെ സമരം ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട്? അത് ഈ രാജ്യത്തിന്റെ താല്പര്യം എന്ന നിലക്കാണ്, അല്ലാതെ അത് ഞങ്ങളുടെ ഭയമോ ഞങ്ങളുടെ ദുർബലതയോ അല്ല.
ഞങ്ങൾ ഈ രാജ്യത്തിലെ രണ്ടാം തരം പൗരന്മാർ ആകുന്ന പ്രശ്നമില്ല. പിണറായി വിജയൻ ആഗ്രഹിച്ചാൽ അതിനിട്ട് നിന്നു തരാൻ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ കിട്ടുകയുമില്ല. മനസ്സിൽ വെച്ചാൽ മതി. മനസ്സിലായോ നിങ്ങൾക്ക്? ഒറ്റ കാര്യമേ CPM-നോട് ഞാൻ പറയുന്നുള്ളൂ. ഈ ചുളുവില് ന്യൂനപക്ഷ സമുദായങ്ങളുടെ തന്ത ചമയാൻ വരരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പേടിപ്പിക്കുകയാണ്. RSS, ഇവിടെ BJP, നിങ്ങൾ ഞങ്ങളെ കൂട്ടിപ്പിടിക്കാൻ നിൽക്കുന്നു. ഞങ്ങൾ സമരം ചെയ്താൽ ഞങ്ങളെ പേര് കേസെടുക്കും. ഒരു കാര്യത്തിനും മൗലികമായ പ്രശ്നങ്ങളിൽ ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെയും നിങ്ങൾ നിൽക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വലിയ വിടലുണ്ടല്ലോ. NRCയുടെ സമരം പോട്ട് CAA-യുടെ ചട്ടങ്ങൾ പാസാക്കിയിട്ട് 1.5 മാസമായി. അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന ഒരു ഉത്തരവ് എന്താണ് സഖാബ് പിണറായി വിജയ നിങ്ങൾ ഇപ്പോഴും കൊടുക്കാത്തത്? നിങ്ങളല്ലേ കേരളം ഭരിക്കുന്നത്? കേന്ദ്രത്തിലല്ലേ മോദിയുള്ളൂ? ഇവിടങ്ങളല്ലേ ഉള്ളത്? എന്താ നിങ്ങൾ അങ്ങനെ ഒരു ഉത്തരവ് ഇപ്പോഴും പുറപ്പെടുവിക്കാത്തത്? രണ്ടാമത്തെ കാര്യം, RSS വരുന്നത്, BJP ഭരിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മാത്രം പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഇത് അപകടമാണ്. RSS വരുന്നത് ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ്, ന്യൂനപക്ഷങ്ങളുടെ മാത്രം പ്രശ്നമല്ല. അല്ലായിരുന്നുവെങ്കിൽ ഇതാ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ മല്ലിക എന്താണ് കാർഗേജി എന്താ പറഞ്ഞത്? എത്ര ഗംഭീരമായാണ് RSS-നെ BJP-യെ എതിർത്തത്. എന്താ കാര്യം? അവർ ഈ രാജ്യത്തിന്റെ ശത്രുവായതുകൊണ്ടല്ലേ. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ എടുക്ക്, തമിഴ്നാട്ടിൽ സ്റ്റാലിനെ എടുക്ക്, കർണാടകയിൽ സിദ്ധരാമയ്യെ എടുക്ക്, DK എടുക്ക്. ഇനി കേരളത്തിൽ വന്നാൽ നിങ്ങൾ എന്താണ് സതീശനെ എടുക്ക്, VD-യെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ എടുക്ക്. ആരെ എടുത്താലും ഇന്ത്യയിലെ RSS-നെതിരെ പൊരുതുന്ന ഒരു 1000 പേരെ എടുത്താൽ അതിനകത്ത് ഒരു മുസ്ലിമും ഉണ്ടാവില്ല, ഒരു ക്രിസ്ത്യാനിയും ഉണ്ടാവില്ല. എന്താ കാര്യമെന്നറിയുമോ? ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും 15% മാത്രം വോട്ട് കിട്ടിയ BJP-ക്ക് എതിരായി നിൽക്കുന്നവരാണ്. എന്നാൽ പിണറായി വിജയൻ പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമാണ്, സിഖുകാരന്റെ മാത്രം പ്രശ്നമാണ് എന്നാണ്. BJP ഉണ്ടാക്കുന്ന ഭീതിയേക്കാൾ അപകടകരമായ ഭീതിയാണിത്. BJP-യുടെ തള്ളുപോലെ ഇപ്പൊ നരേന്ദ്രമോദി പറയണ വലിയ വലിയ തള്ളുകളിൽ ഒന്നാണല്ലോ അനങ്ങിയാൽ അതിർത്തിയിൽ പ്രശ്നമാണ്, പാകിസ്ഥാനുമായി യുദ്ധം. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു കോൺഗ്രസ് MP-യുടെ ചോദ്യമുണ്ട്, ചൈന എത്ര ഭൂമിയാണ് ഇന്ത്യയിൽ കൈവശം വെച്ചിരിക്കുന്നത്? ചോദ്യമാണ് കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉത്തരം എന്താണെന്ന് അറിയുമോ? 38,800 ചതുരശ്ര കിലോമീറ്റർ. എന്ന് വെച്ചാല് കേരളം ആവണമെങ്കിൽ ഒരു 836 ചതുരശ്ര കിലോമീറ്റർ കൂടി കൂട്ടിയാൽ കേരളത്തിന്റെ ഭൂവിസ്തൃതിയായി. അരുണാചൽ പ്രദേശിലെ കേരളത്തിന്റെ ഭൂവിസ്തൃതിക്ക് സമാനമായ ഭൂമി ചൈനയുടെ കയ്യിലാണ്. എന്നിട്ട് മോഡി പറയണത് ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്നാണ്. എന്നാൽ മോഡി മനസ്സിലാക്കണം, മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. മോദി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയില് ലോകോത്തരമായ ഒരു ഭരണഘടന ഉണ്ടായിട്ടുണ്ട്. മോദി മുട്ടുകാലിൽ അടയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. മോദി കൊള്ളിയും കോലും കളിച്ചു നടക്കുന്ന കാലത്ത് ഇന്ത്യ ബക്രാനങ്കൽ കനാൽ ഇന്ത്യയുടെ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി സ്കൂളിലെ പാഠപുസ്തകം മറിച്ചു കളിക്കുന്ന കാലത്ത് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുണ്ടുടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ NIT ഉണ്ട്, IIT ഉണ്ട്, IIM ഉണ്ട്. ഇന്ത്യയിൽ നിരവധി യൂണിവേഴ്സിറ്റികളുണ്ട്. മോദി ആകാശം നോക്കി നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ താരാപൂർ ന്യൂക്ലിയർ ഊർജ നിലയം ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി അക്ഷരം പിറിക്ക് വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഇവിടുത്തെ പൊതുമേഖലയിൽ നവരത്ന കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ RSS-കാരാ, നിന്റെ ഈ മോദി RSS-ന്റെ ശാഖയിൽ ലാത്തി വീശി പഠിക്കുന്നതിന് മുമ്പ് 1 ലക്ഷം പാക് പട്ടാളത്തെ ഇന്ത്യൻ മിലിറ്ററിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചു നിർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സംഘി പൂങ്കവന്മാരെ, നിങ്ങളുടെ മോദി ഇന്ത്യയുടെ റെയിൽവേയിൽ ചായ വിറ്റ് നടക്കുന്ന കാലത്ത് രാജധാനി പോലെയുള്ള ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് ഈ രാജ്യം ഉണ്ടാക്കിയത് എന്നാണ്.
ബന്നിന്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരിയാണ്. ബന്നി ചൂടും പുകയൊക്കെ കൊണ്ട് ഇങ്ങനെ പൊന്തി വരും. അപ്പൊ കണ്ടൊരു മുന്തിരി കൊണ്ടുപോയിട്ട് എന്റെ മുകളിൽ വെക്കുന്നത്. മുന്തിരിന്റെ വിചാരം ഇതാണ് മൊത്തം ഇതിന്റെ ഉടമ എന്നാണ്. ചൂട് സഹിച്ചതും ഉണ്ടാക്കിക്കൊണ്ട് വന്നതൊക്കെ മുന്തിരിയാണ്. ഒറ്റക്കാര്യം CPM-കാരൻ BJP-കാരൻ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആഭ്യന്തര സർവേയിൽ നിങ്ങൾ പറയാണ് 165 സീറ്റിൽ നിങ്ങൾ തോൽക്കുമെന്ന്. ഒന്നാം ഘട്ടം കഴിയുമ്പോ, തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. ആ ഒന്നാം ഘട്ടത്തെ കുറിച്ച് യോഗേന്ദ്ര യാദവ് ഇന്നലെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. BJP-യുടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ഓർത്തോളൂ, ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ രാഹുൽജിക്ക് വോട്ട് കൊടുത്തോളൂ. എന്താ കാര്യമെന്നറിയുമോ? ഇലോൺ മസ്ക് ഇന്ത്യ വിസിറ്റ് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ മെനഞ്ഞാന്ന്. നിങ്ങൾക്ക് എലോൺ മസ്കിനെ അറിയാലോ. അദ്ദേഹം ഇന്ത്യയിൽ മോദിയെ കാണാൻ തീരുമാനിച്ചു. നേരത്തെ ഇലക്ഷന്റെ കോലൊക്കെ കണ്ടപ്പോ എലോൺ മസ്ക് അദ്ദേഹത്തിന്റെ പദ്ധതി മാറ്റി. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ കാണേണ്ടയാൾ പിറകിൽ വരുന്നേ ഉള്ളൂ, മോദിയെ കാണേണ്ട കാര്യമില്ല എന്ന് എലോൺ മസ്ക് തീരുമാനിച്ചിരിക്കുന്നു. രാജ്യം മാറുകയാണ്. മോദി 5 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇന്ത്യൻ റുപ്പി ICU-ലാണെന്നാണ്. ഇന്ന് ഡോളറിന്റെ റേറ്റ് അറിയോ നിങ്ങൾക്ക്? മെനഞ്ഞാന്ന് 84 രൂപയാണ് ഡോളറിന്റെ റേറ്റ്. എത്ര തുടങ്ങിയത്? ഇത് പറയുമ്പോ കുറച്ച് ആൾക്കാരുടെ മനസ്സിലൊക്കെ ഒരു ചിരി വരുന്നുണ്ട്. കാര്യം എന്താണ്? റിയാൽ വരുമ്പോ കുറച്ച് കൂടുതൽ ഉണ്ടാവുമല്ലോ അല്ലേ ഗൾഫുകാർക്ക്. പക്ഷെ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. 84 രൂപ. ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഇന്ത്യൻ റുപ്പി വില ഇടിഞ്ഞിട്ടില്ല. മോദി നിങ്ങൾ പറഞ്ഞത് ഇന്ത്യൻ റുപ്പി ICU-ലാണെന്നാണ്. പക്ഷെ അത് മോർച്ചറിയിൽ എത്തിച്ചു എന്ന ക്രെഡിറ്റ് ആണ് 10 കൊല്ലത്തെ മോദിയുടെ ഭരണത്തിന്റെ ക്രെഡിറ്റ്. ഇതാ വസ്തുതകൾ. അപ്പൊ എന്നാ പിന്നെ അത് മനസ്സിലാക്കുന്നതിന് പകരം നമ്മളെ LDF-കാരൻ അവര് പിന്നെയും പുളു പറയുകയാണ്. ഞാൻ മെനഞ്ഞാന്ന് പറഞ്ഞ പത്രത്തില് ഒരു ക്യാപ്ഷൻ എന്താ അറിയോ നിങ്ങള്? ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ. വോ, എന്തൊരു തള്ളാടോ ഇത്! കേരളമുണ്ടെങ്കിലേ CPM ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഉണ്ടെങ്കിൽ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടടോ, അതിനുള്ള ഒരു കപ്പാസിറ്റി വേണ്ടേ? നിങ്ങള് UPA ഗവൺമെന്റിന് 10 കൊല്ലം മുമ്പ് തള്ളി പുറത്തു വരുമ്പോ നിങ്ങൾ പറഞ്ഞത് മൻമോഹൻ സിംഗ് ആണവ കരാർ ഉണ്ടാക്കിയെന്നാണ്. ഇവിടെ മത്സരിക്കുന്ന ആനി രാജയോട് ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിലല്ലേ വാസം? നാഷണൽ പൊളിറ്റിക്സ് അറിയില്ലേ? എങ്കിലും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞു തരണം. എന്താ പറയേണ്ട കാര്യം അറിയോ? 10 കൊല്ലം മുമ്പ് നിങ്ങൾ മൻമോഹൻ സിംഗിന് പിന്തുണ പിൻവലിച്ച ആണവ കരാറ് ഈ 10 കൊല്ലമായി ഇവിടെയുണ്ട്. എന്താ ഈ രാജ്യത്തിന് ദോഷമുണ്ടായത്? എവിടെയാണത് രാജ്യത്തെ ബാധിച്ചത്? ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കിയതല്ലേ? അതിന്റെ കാരണം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ? സഖാവേ, നീ കേട്ടോ, ചെവി കൂർപ്പിച്ച് കേട്ടോ. ഇവിടുത്തെ സ്ഥാനാർത്ഥി ആനി രാജയോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കേണ്ടത് എന്തെന്നറിയുമോ? 2 മാസം മുമ്പ് UAE-യിലെ COP28 അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം അവസാനിച്ചു. സമ്മേളനത്തിന്റെ കൺക്ലൂഷൻ എന്താ അറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല എനർജി വിൻഡ് എനർജി അല്ല, സോളാർ എനർജി അല്ല, മറിച്ച് ന്യൂക്ലിയർ എനർജിയാണ്. എന്റെ സഖാവേ, നിങ്ങളുടെ അജണ്ടകൾ പൊളിയാണ്. നിങ്ങൾ കമ്പ്യൂട്ടറിനെ എതിർത്ത പോലെ, നിങ്ങൾ ട്രാക്ടറിനെ എതിർത്ത പോലെ ആണവ കരാറിന് മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയെ പിൻവലിച്ച് നിങ്ങൾ കൊണ്ടുവന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ കൊണ്ടുവരാൻ കാരണമായ ആ കരാർ, ആ വാക്ക് പോലും അബദ്ധമാണ്. എന്നിട്ട് നിങ്ങൾ നേരെ പോയത് എവിടെയാ സഖാവേ? ഇന്നിപ്പോ അണ്ണാ ഹസാരക്ക് നെഞ്ചുവേദന എന്നൊരു വാർത്ത കേട്ടു. ഈ മനുഷ്യന് നെഞ്ചുണ്ട്, ഹൃദയമുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്തൊരു കാട്ടുകള്ളനാണ് അയാൾ. ആ വാർദ്ധക്യം ബാധിച്ച ഈ അണ്ണാ ഹസാരെ 10 കൊല്ലം മുമ്പ് പറഞ്ഞ എന്താണ്? അഴിമതി, ലോക്പാൽ ബില്ല്. അണ്ണാ ഹസാരെ ഇന്ത്യ മുഴുവൻ വിറ്റിരിക്കുന്നു. ഇന്ത്യയുടെ വിമാന കമ്പനി, ഇന്ത്യയുടെ സീപോർട്ട്, ഇന്ത്യയുടെ എയർപോർട്ട്. എവിടെയോ ഈ കളവൻ? ഞാനിത് ചോദിക്കുന്നത് അണ്ണാ ഹസാരയുടെ അനുയായികൾ ഇവിടെ ഇല്ല. പക്ഷെ അണ്ണാ ഹസാരക്ക് വേണ്ടി ബത്തേരി ടൗണിൽ പ്രകടനം നടത്തിയ CPM-കാരൻ ഇവിടെ ഇല്ലേ? അണ്ണാ ഹസാര പോട്ടടോ. അയാളുടെ കൂടെ വേറൊരുത്തരുണ്ട്, ബാബ രാംദേവ്. മുട്ടുവരെ താടിയാണ്, കള്ള സന്യാസി. രാജ്യത്ത് മുഴുവൻ ഷോപ്പ് തുറന്നിട്ട് മരുന്നിൽ മൂത്രം കലക്കി വിറ്റ സന്യാസിയാണ് അയാൾ. ആ അണ്ണാ ഹസാരയുടെ കൂടെ ബാബ രാംദേവിന് വേണ്ടി പ്രകടനം നടത്തിയ പാർട്ടിയുടെ പേരാടോ സഖാവേ CPIM എന്ന് പറയുന്നത്.
എന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്നത് ഇവരെന്താണ് ബോംബെയിലെ ഇന്ത്യ മുന്നണിയുടെ പരിപാടിയിൽ പങ്കെടുക്കാത്തത്? എങ്ങനെയാ പിണറായി വിജയൻ പങ്കെടുക്കുക? കോൺഗ്രസ്സുകാർ അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു മോശത്തരമുണ്ട്. ഒരാളുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം. അയാൾ അല്ലെങ്കിൽ തന്നെ മോളുടെ കേസുമായിട്ട് ഇടങ്ങാറായി നിൽക്കുകയാണ്. ക്ലിഫ് ഹൗസിന്റെ പേരെന്നപ്പം മാറ്റിയിട്ട് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നാണ് ഇപ്പൊ പേര്. ടെൻഷൻ കൊണ്ട് മൂപ്പർക്ക് ഉറങ്ങാൻ പറ്റിയ ഇത് എപ്പ കുടുങ്ങൂന്ന് പറയാൻ വയ്യ. നിങ്ങളറിയോ, വൈദ്യനാഥൻ വക്കീലിന് ഈ വീണ അടക്കമുള്ള പ്രതിയായിട്ടുള്ള കേസ് SFIO അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി KSIDC വഴി കൊടുത്തത് 50 ലക്ഷം ഉറുപ്പിക, ചെലവായത് 90 ലക്ഷം രൂപ. അതെങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാജ്യത്തിന്റെ പൊതുസ്വത്ത് എടുത്തിട്ട് മകളുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കാൻ വക്കീലിന് കൊടുക്കുക? ഇത് ഒഫീഷ്യൽ രേഖയല്ലേ? എന്റെ പേരിൽ കേസുണ്ടല്ലോ, 1, 2, 14 കേസ്. ഞാൻ 4 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ എന്റെ കേസ് ഉണ്ടായിരുന്നു. വക്കീലിന് പൈസ കൊടുക്കണ ബേജാറിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ. കാര്യം എന്താണ്? എന്റെ കേസ് ഞാനാണ് നടത്തുന്നത്. ഞാൻ എന്റെ പാർട്ടിയിൽ നിന്ന് 10 റുപ്യ വാങ്ങിയിട്ടില്ല. കാര്യം എന്ത്? എന്റെ പേരിൽ ഒരു അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ചാൽ അത് തെളിയിച്ച് ഇവിടെ വന്ന് നട്ടല് നിവർത്തി നിൽക്കണമെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത എന്റേതാണ്. ഞാൻ ഒറ്റക്ക വാദിക്കണത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് KSIDC പൈസ കൊടുക്കാൻ ഇത് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാ? കേരളത്തിന്റെ KSIDC ഇവിടുത്തെ ഖജനാവ് അല്ലല്ലോ. നിങ്ങൾ അരവിന്ദ് P ദത്താർ 1 കോടി രൂപയാണ് ആ വക്കീലിന്റെ ഫീസ്, ഇല്ലേ? ഏതായാലും സഖാക്കൾ ചെവിയിൽ നുള്ളിക്കോ. അടുത്ത കാലത്ത് വീണ അറസ്റ്റിലാവും. അപ്പൊ പിഞ്ഞ ന്യായം പറയരുത്. അമ്മോശനും രാജിവെക്കണം, മരുമോനും രാജിവെക്കണം. മനസ്സിലായിക്കോങ്ങള്. ഒരു പടി ഒറ്റ പടിയിൽ തീരുള്ള 2 എണ്ണം പൊട്ടണം. അമ്മോശൻ രാജിവെക്കണം, കൂട്ടത്തിൽ മരുമോനും രാജിവെക്കണം. അത് അങ്ങനെ പറ്റൂ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീണക്കെതിരെ കൃത്യമായ തെളിവുണ്ടല്ലോ, നിങ്ങൾ തള്ളിപ്പറയോ? CPM-കാരാ പിണറായി വിജയൻ തള്ളിപ്പറയണ്ട. അത് അദ്ദേഹത്തിന്റെ മോളല്ലേ. കാരണം മൂപ്പർ പറഞ്ഞിട്ടുണ്ട് ആ PV ഞാനല്ല, പക്ഷെ ഈ വീണ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് മോളാണ്, ഉറപ്പാണല്ലോ. പക്ഷേ ഞാൻ ചോദിക്കേണ്ടത്, CPM-കാരെന്താ തള്ളിപ്പറയാത്തത്? എടോ സഖാവേ, കരുണാകരന്റെ മകള്, കരുണാകരന്റെ ലെഗസി എന്താണ്? ആ മനുഷ്യന്റെ മകള് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മുരളീധരൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് BJP-യിലേക്ക് പോയി. അധികാരം മോഹം മൂത്തിട്ട് ഒരു ചാഞ്ചല്യവുമില്ലാതെ മുരളി തള്ളി പറഞ്ഞു. ആന്റണിയുടെ മകൻ ആരാ? ആന്റണി. എത്ര അഭിപ്രായ വ്യത്യാസമുണ്ട് പലർക്കും. പക്ഷേ ആന്റണി അഴിമതി നടത്തിയവനെന്ന് ആരെങ്കിലും പറയോ? കിട്ടിയ വകുപ്പ് ചെറുതാ. പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കൊണ്ട് ലക്ഷങ്ങൾ വാരുന്ന കാലത്ത് കോടിക്കണക്കിന് രൂപ കൈവെള്ളയിലൂടെ മറഞ്ഞപ്പോഴും ഒരു കട്ടനുറുപ്പികയുടെ അഴിമതി ആ മനുഷ്യൻ നടത്തിയില്ല. പക്ഷേ അത് ആ വീട്ടിൽ തന്നെ വളരുന്ന അനിലിന് ഇഷ്ടമായില്ല. അനിലിന് ഇഷ്ടം കക്കുന്ന BJP-യാണ്, കക്കാത്ത അച്ഛനല്ല. അതുകൊണ്ട് അനിൽ BJP-യിലേക്ക് പോയി. കഴിഞ്ഞ ആഴ്ചയിൽ ആ മനുഷ്യൻ 80 വയസ്സ് കഴിഞ്ഞു. സ്വന്തം മകനെ 3 ചൊല്ലി തള്ളി പറഞ്ഞു. അനിൽ തോൽക്കണം, അനിൽ തോൽക്കണം, അനിലിനെ തോൽപ്പിക്കണം. തള്ളി പറഞ്ഞു. പിണറായി വിജയൻ മകളെ തള്ളി പറയോ? MV ഗോവിന്ദൻ പറയോ? ഗോവിന്ദൻ, നിങ്ങള് ആന്റണിയെ മാതൃകയാക്കണ്ട, നിങ്ങള് മുരളീധരനെ മാതൃകയാക്കണ്ട, നിങ്ങൾ VS അച്യുതാനന്ദനെ മാതൃകയാക്ക്. VS അച്യുതാനന്ദന്റെ മകന്റെ പേരിൽ ആരോപണം വന്നപ്പോ CBI-ക്ക് കത്തെഴുതി, 9 പേജുള്ള കത്ത്, അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ബത്തേരി, സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളിന് മുഖ്യമന്ത്രി കത്തെഴുതോ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്? നിങ്ങൾ തള്ളിപ്പറയും ആരെ? പാനൂര് ബോംബുണ്ടാക്കിയ സഖാക്കളെ. അത് എമ്മാതിരി തള്ളു. DYFI CPM-ന്റെ പോഷക സംഘടന അല്ലാത്രേ. പിന്നെ ഇവരാരാണ്? ഈ കുരുത്തം കെട്ട കുട്ടികൾ വേറെ ആരുടെയാണ്? കോൺഗ്രസിന്റെ, ലീഗിൻ്റെതാ? നമ്മുടെ നാട്ടിൻപുറത്ത് വയനാട്ടിലൊക്കെ പറയില്ലേ, മോനെ കണ്ടാലറിയാം പാപ്പാന്റെ മോച്ചായെന്ന്. എടോ, ഈ DYFI-കാരുടെ കുരുത്തക്കേട് കണ്ടറിഞ്ഞൂടെ? നിങ്ങളതിന്റെ തന്താൻ അല്ലേ? ആർക്കറിയാത്തത്? ഓന്റെ കയ്യിലെ ബോംബ്, ഓന്റെ കയ്യിലെ കത്തി, ഓന്റെ കയ്യിലെ കുരുത്തക്കേട് കണ്ടറിഞ്ഞൂടെ CPM-ന്റെ മക്കളാണെന്ന്? വേറെ ഈ സംഘടനയാണോ? കൂളായിട്ട് തള്ളി പറയാൻ. എടോ, തള്ളി പറയുമ്പോ നിങ്ങൾക്ക് ഈസിയാണ്. കാരണം MV ഗോവിന്ദന്റെ മോൻ ബോംബ് ഉണ്ടാക്കൂല, പിണറായി വിജയന്റെ മോൻ ബോംബ് ഉണ്ടാക്കൂല, EP ജയരാജന്റെ, MV ജയരാജന്റെ, AK ബാലന്റെ, ശ്രീമതി ടീച്ചറുടെ, ശൈലജ ടീച്ചറുടെ, അവരാരും ബോംബ് ഉണ്ടാക്കൂല. അവരെന്തുണ്ടാക്കും? അവർ പൈസ ഉണ്ടാക്കും. നാട്ടിലെ DYFI-കാരോ ബോംബ് ഉണ്ടാക്കും. ഇവര് പൈസ ഉണ്ടാക്കിയിട്ടോ സുഖമായിട്ട് ജീവിക്കും.
ഡിവൈഎഫ്ഐക്കാരൻ ബോംബുണ്ടാക്കിയിട്ടോ അത് നെഞ്ചത്ത് പൊട്ടി ഓൻ ചത്തു കിടക്കും തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ കുറ്റി പറഞ്ഞാൽ, തള്ളി പറഞ്ഞാൽ, പിന്നെ നിങ്ങൾക്ക് എന്താ തള്ളി പറഞ്ഞാൽ? നിങ്ങൾക്ക് അവരെ തള്ളി പറയാൻ ഒരു പ്രയാസമില്ല. ഏതുവരെ നിങ്ങൾക്കറിയോ, നാദാപുരത്ത് മൊയ്തു ഹാജി 80 വയസ്സ്, മകള് പ്രസവിച്ചു വന്ന് വീട്ടിൽ കയറിയിട്ട് 2 ദിവസമായിട്ടില്ല. പെട്ടെന്ന് പുറത്ത് CPM-കാർ ബഹളം ഉണ്ടാക്കുകയാണ്. മൊയ്തു ഹാജിക്ക് അപകടം മനസ്സിലായി. മകളെ ആ റൂമിനകത്തിട്ട് മൊയ്തു ഹാജി അങ്ങ് പൂട്ടി. ഈ കാബാലിക സംഘം വീട്ടിനകത്ത് കയറിയിട്ട് ജനലിലൂടെ മകള് കാണുകയാണ്. വാപ്പയുടെ കഴുത്തറുത്ത് കൊല്ലുന്നു അന്തേരി സുര. CPM-കാരൻ ആ അന്തേരി സുര കഴിഞ്ഞ ആഴ്ച 20 കൊല്ലത്തെ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അന്തേരി സുരക്ക് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് CPM-കാർ. എന്താ ഞങ്ങള് പോരാട്ടത്തിൻ വീതികളിൽ പ്രസ്ഥാനത്തിൻ മാനം കാത്ത ധീരസഖാവേ അന്തേരി, അന്തേരിക്ക് അഭിവാദ്യങ്ങൾ. ഏത് പ്രസ്ഥാനത്തിന്റെ മാനാണ് കാത്തത്, മുറിച്ചത്? ഒരു വൃദ്ധന്റെ 80 വയസ്സുള്ള വൃദ്ധന്റെ കഴുത്തറുത്ത് മുറിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഈ മൃഗം അന്തേരി സുര. അത് നിങ്ങൾ പറയുന്നത് അന്തേരി സുരക്ക്, സുരയെ ഏറ്റെടുക്കുന്നു നിങ്ങള്. അതെന്നാണ് കുഞ്ഞനന്തന്റെ പ്രശ്നം, അതെന്നാണ് CH അശോകന്റെ പ്രശ്നം. കുഞ്ഞനന്തന്റെ പ്രശ്നം പറഞ്ഞപ്പോ എന്റെ മേക്കിട്ട് കയറുക. MV ഗോവിന്ദൻ പറഞ്ഞു KM ഷാജിക്കെതിരെ കേസെടുക്കും. ഞാൻ ഞെട്ടിത്തെരിച്ച് 3 ദിവസം ബോധം കെട്ട് കിടന്നു. കേസ് എന്ന് കേട്ട എനിക്ക് പേടിയാണ്. 14 കേസ് നെഞ്ഞത്തുണ്ട്. എന്നെ ഞങ്ങളെ പേടിപ്പിക്കണത്, എന്നെ പേടിപ്പിക്കണത്. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പേര് കേസ് എടുക്കുന്നത് ഞാൻ അങ്ങോട്ട് പറയാണ്. എന്തെടുക്കാത്തത്? എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. എടുത്താൽ കണ്ണൂരിൽ നടക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് എങ്ങനെ? ഞാൻ വയനാട്ടുകാരനെങ്കിലും കണ്ണൂരിൽ 10 കൊല്ലം MLA ആയതാണ്. MS മുതൽ കണ്ണൂരിലുള്ളതാണ്. നിങ്ങളെ കൊലപാതക രാഷ്ട്രീയം എനിക്കറിയാം. കുഞ്ഞനന്തൻ മാത്രമല്ല, CH അശോകൻ മരിച്ചു. എങ്ങനെ ഷുക്കൂറിന്റെ കൊലയാളി ആത്മഹത്യ ചെയ്തു? ആത്മഹത്യയാണോ? മറ്റൊരു കൊലയാളിയുടെ ഔട്ട്സ്പോക്കണായ ഭാര്യ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയാണോ? ഫസലിന്റെ കൊലക്കേസിലെ 3 പ്രതികൾ വഴിയിൽ മരിച്ചു കിടക്കുന്നു. കൊന്നിട്ടതാണ്. ആരാ കൊന്നത്? മൻസൂറിനെ കൊന്നവൻ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയാണോ? ഇതന്വേഷിക്കട്ടെ. ഇതെന്തൊരു സംഘടനയാണ്? ഇതെന്തൊരു ക്രൂരമായ. എന്നാ പിന്നെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ഭരണമാണ് നടക്കണില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും കേന്ദ്ര മോഡിയല്ലേ ഭരിക്കണത്. ആണല്ലോ, ഇത് പുതിയ വിവര. കേന്ദ്ര മോഡി എന്നാ ഭരിക്കണത്. പക്ഷെ പിണറായി വിജയൻ എന്തിനാ ഈ സ്റ്റേറ്റിലെ ഒരു മുഖ്യമന്ത്രി എന്ന ഒരു ഫെഡറൽ സിസ്റ്റം ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ ലിഫ്റ്റൊക്കെ വെച്ച് കക്കൂസൊക്കെ ഉണ്ടാക്കി കുളിമുറിയൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇങ്ങനെ അർമാദിച്ച് നടക്കാനാ? ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിൽ പേരക്കുട്ടിനെയും വെച്ച് കുളിക്കാനാ? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഉത്തരവാദിത്തം നിർവഹിക്കാനാണ്. സെൻട്രൽ ഗവൺമെന്റ് ഉപദ്രവിക്കുമ്പോ നാട്ടിലെ പ്രൊട്ടക്ട് ചെയ്യണം ജനങ്ങളെ. നിങ്ങളെ വർത്താനം കേട്ടോ വിചാരിക്കും കർണാടകയുടെ കേന്ദ്രം എന്ന് പറയുന്നത് പാകിസ്ഥാനും തമിഴ്നാടിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ബംഗ്ലാദേശുമാണെന്നാണ്. അതും ഇന്ത്യൻ അല്ലേ? ഓരോ പ്രധാനമന്ത്രിയും നമ്മളുടെ നരേന്ദ്രമോദി എന്നല്ലേ? എന്നാ ബത്തേരി 1 ലിറ്റർ ഡീസൽ അടിക്ക്. നിങ്ങൾ ഗുണ്ടിൽപേട്ട പോയിട്ട് 1 ലിറ്റർ ഡീസൽ അടിക്ക്. 10 റുപ്യ വ്യത്യാസമാണോ? 10 റുപ്യ. അതെങ്ങനെ? അതെന്താന്ന് മനസ്സിലായില്ല ഞങ്ങൾക്ക്? അത് നമ്മളുടെ സിദ്ധാരാമയ്യ അങ്ങ് എവിടുന്ന് സൗദി അറേബ്യയിൽ നിന്ന് നേരിട്ട് പൈപ്പ് ഇട്ടിട്ട് കർണാടകയ്ക്ക് പെട്ട ഡീസൽ ഇട്ടിട്ടാണ്. നമ്മളെ ഈ പൊട്ടൻ അൻവർ പറഞ്ഞിട്ടില്ലായിരുന്നു ജപ്പാൻ കുടിവെള്ളത്തെ കുറിച്ച്? ആ മാതിരിയുള്ള ഒരു സാധനമാണ്. എന്റെ സഖാവെ അവിടെ മോദിയാണ്. പക്ഷെ മോദി കൂട്ടുമ്പോ കുറക്കാൻ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി അവിടെയുണ്ട്. ഇവിടെയോ മോദി കൂട്ടുമ്പോ നിങ്ങളും കൂട്ടും. ബത്തേരി ടൗണിലെ അരിയുടെ വിലയാണോ ഗുണ്ടിൽപേട്ട മാർക്കറ്റിലുള്ളത്? ബത്തേരി ടൗണിലെ പഞ്ചസാരയുടെ വിലയാണോ ഗൂഡല്ലൂരിലുള്ളത്? അല്ലല്ലോ. ഇതെന്താ ഈ വ്യത്യാസം വരുന്നത്? എന്താ വരുന്നത്? നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ലാന്നല്ലേ? ഇവിടെ നോക്കുക, അവിടെ കുറെ സ്ത്രീകളുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഈ കേരളത്തിലായതുകൊണ്ട് കുടുങ്ങിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, തമിഴ്നാട്ടിലും കർണാടകയിലാണെങ്കിൽ എന്തോ സുഖം. രാവിലെ ഇങ്ങനെ ഭർത്താവും മക്കളൊക്കെ പോയി പുറത്തിങ്ങനെ വെറുതെ വീട്ടിലെത്തുമ്പോൾ ഒരു വിഷമം, ഒരു ചെറിയ ഫീലിംഗ്. നേരെ പുറത്തിറങ്ങുക, ബസ്സിന് കയ്യാട്ടുക, അതിൽ കുത്തിറുക, അങ്ങനെ പോവുക. കുറെ പോകുമ്പോൾ മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടും. കാരണം ബസ്സിന് പൈസ കൊടുക്കണ്ട. കർണാടകയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആണ്, തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ഫ്രീ ആണ്. എവിടെയും പോകാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ബസ്സിന് പൈസ കൊടുക്കണ നല്ല സങ്കടം. ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ സർക്കാരിന്റെ ഒരു പരസ്യമുണ്ട്. ആ പരസ്യത്തിൽ മുഖ്യമന്ത്രിന്റെ ഒരു മോന്തുണ്ട്. അത് കണ്ടാ 2 ദിവസം വെള്ളം കുടിക്കൂല. അതും സഹിക്കണം നമ്മൾ. എന്തൊരു നിങ്ങൾ ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ എങ്ങനെയാണ്? വയനാട്ടിൽ കഴിഞ്ഞ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോ സ്ഥാനാർത്ഥിയുടെ ഒരു ചെറിയ ഫോട്ടോ
മുഖ്യമന്ത്രിയുടെ വലിയ ഫോട്ടോ. എന്തേ പിണറായിന്റെ ഫോട്ടോ വെക്കാത്തത്? 1500 ഹോർഡിങ്ങിന് ഓർഡർ കൊടുത്തു. സർക്കാർ വേണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം അറിയോ? ഒരു ഹോർഡിങ്ങിന് വെച്ചിട്ട് 10,000 വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. ഈ മോന്ത കണ്ട ആരാടോ വോട്ട് ചെയ്യുക? നമ്മളൊരു കാലക്കേട്. കേന്ദ്രവും കണക്കന്നെ, കേരളവും കണക്കന്നെ. മൈക്കിന് വരെ ഈ മനുഷ്യനെ വേണ്ട. നിങ്ങൾ ആലോചിച്ചു, മൈക്ക് ഒടിഞ്ഞു പോവാണ്, സഹിക്കാൻ പറ്റണില്ല. മെനഞ്ഞാന്ന് നോക്കുമ്പോ ഒരു മൈക്ക് ഇപ്പുറത്ത് വീണു. അപ്പോഴത്തേക്ക് മൈക്ക് ഓപ്പറേറ്റർ പാഞ്ഞു വന്ന്, സാധു ഇവൻ ചീത്ത പറഞ്ഞാലോ. അപ്പൊ വന്നിട്ട് മൈക്കൊക്കെ നേരെയാക്കി, മൈക്ക് ഇടും ഇപ്പുറത്ത്. ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികളുണ്ടല്ലേ തലാക്കിട്, അവരെ മൈക്ക് ഇയാള് വേണ്ടെന്ന്. എടാ കൊച്ചിൻ ഹനീഫ പറയുന്നുണ്ട് ഒരു സിനിമയില്, ആനക്കും ബോറടിക്കൂലേ? എടാ സഖാവെ, മൈക്കിനും ഈ തള്ളു സഹിക്കണ്ടേ? അവസാനം മൈക്ക് ഓപ്പറേറ്റർ വടിയൊക്കെ വെച്ച് മൈക്ക് നേരാക്കി. പ്രസംഗം തുടങ്ങിയപ്പോ ആംപ്ലിഫയർ അടിച്ചുപോയി. 5 തള്ളാൻ ആംപ്ലിഫയർ അടിച്ചുപോയി. എന്ത് പാർട്ടിയാണോ ഇത്? എന്നിട്ടും ഏകബാലം പറയാണ്, എന്നാലും നിങ്ങള് CPM-ന് വോട്ട് ചെയ്യണം. എന്താ കാര്യം? ചിഹ്നം രക്ഷിക്കാനാണ്. എടോ, ഞങ്ങൾ രാജ്യം രക്ഷിക്കാൻ വേണ്ടി മെനക്കെടുമാണ്, നീ എന്റെ പാട്ട ചിഹ്നം രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ എന്റെ ബാല, അതിന് മാത്രം ചൊറുക്കുള്ള ചിഹ്നമൊന്നല്ലോ. അരിവാള്, ചുറ്റിക, കോടാലി തുടങ്ങിയിട്ടുള്ള സാധനല്ലേ. അത് പോനാൽ പോട്ടെന്ന് വെക്ക്. നമുക്ക് ബോംബില്ലേ? കുറച്ചുകൂടി നല്ല ബോംബല്ലേ? ആ ബോംബാകുമ്പോ കുറെ കൂടെ സുഖല്ലേ? എന്റെ സഖാക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ രാഹുലിനെ അങ്ങനെ ചീത്ത പറഞ്ഞ് നടക്കുകയാണല്ലോ. കുറെ എന്താ തൊടല് കെട്ടി അടിച്ചുവിട്ട കുറെ അൻവറിനെ പോലെയുള്ള വേട്ടപ്പട്ടികളെയും വിട്ടിട്ടാണല്ലോ നിങ്ങൾ രാഹുലിന്റെ ഇമേജിനെ അങ്ങ് ഏമാത്തിക്കളയാന്ന് വിചാരിക്കണത്. ഞാൻ പറയുന്നത്, നിങ്ങൾ മിനിമം സഖാക്കളെ 2 ദിവസം ആ ദേശാഭിമാനി വായിക്കുന്ന നിർത്തുക. എന്നിട്ട് ഗൂഗിൾ എടുത്തിട്ട് സഖാക്കൾ കാണരുത്. ഗൂഗിൾ നോക്കി കേട്ടവർക്ക് ദേഷ്യം പിടിക്കും. കാണാതെ സെർച്ച് ചെയ്യുക. എന്താ നോക്കണ്ടറിയോ? ഈ തെരഞ്ഞെടുപ്പ് എവിടേക്ക് നടക്കുന്നതാണ്? നിങ്ങളോട് സഖാക്കൾ പറഞ്ഞത് 20 സീറ്റിലേക്കാണെന്നാണ്. 543 സീറ്റിലേക്കാണ്. നിങ്ങൾ വിചാരിച്ച കേരളത്തിലേക്കാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ ഈ പരാക്രമം. 540 എന്റെ സഖാക്കൾ 543 സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള ബോധ്യം വേണ്ടേ? ഈ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയില് ഈ ഹരിശ്രീ അശോകൻ ഇങ്ങനെ മെലിഞ്ഞുണങ്ങിയിട്ടാണല്ല. അപ്പോ അവൻ പറയും എനിക്ക് കല്യാണം കഴിക്കണം. ദിലീപ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കല്യാണമൊക്കെ കഴിച്ചോ? പക്ഷെ ഒരു കാര്യമുണ്ട്, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണമെന്നാണ്. എടോ, 543 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മിനിമം ഒരു 30 സീറ്റിന് നോമിനേഷൻ കൊടുക്കാനുള്ള ആവതെങ്കിലും വേണ്ടേ എന്റെ CPM-കാരെ? എന്നിട്ടല്ലേ മത്സരിക്കേണ്ടത്. അപ്പൊ ചോദിക്കൂ, ലീഗോ? എടോ, ലീഗ് ചെറിയ പാർട്ടിയാണ്, ഞങ്ങളൊരു കൈവടിയാണ്. ആ കൈവടി ഇന്ത്യ മുന്നണി എന്ന സമുദ്രത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് ഒരു പ്രവാഹമാണ്. അത് കോമൺ സെൻസ് ആണ്, അത് കോമൺ സെൻസ് ആണ്. എന്ത് പാർട്ടിയടോ? ഇപ്പൊ രാഹുൽ ഗാന്ധിന്റെ പരിപാടിയിൽ കൊടി പൊന്തിച്ചില്ല എന്നാണ് ഈ വർത്താനം കേട്ടാല്. പിണറായി വിജയൻ അടുപ്പിച്ചെന്ന കൊടിയാണ് ഞങ്ങളതെന്നാണ് വിചാരം. ഒരു കാര്യം പിണറായി വിചാരിച്ചോ, ഞങ്ങൾ അടുപ്പിക്കുന്ന കൊടി ഞങ്ങൾ എവിടെ കെട്ടണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങൾക്ക് കെട്ടാൻ സൗകര്യമില്ല. പിണറായിന്റെ പണി നോക്ക്. ഈ രാജ്യം ഉണ്ടാക്കാൻ നോക്കുമ്പോ കൊടിമ കെട്ടി വെക്കാം ഞങ്ങളെ എന്ന് വിചാരിക്കരുത്. ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സമരത്തിലാണ് ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ കൂടി ഏടാ കെട്ടുക എന്നൊന്ന് ഉറപ്പിക്കും. ഇപ്പൊ ഈ മാഹി ബൈപ്പാസ് വന്നു, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കോഴിക്കോട് നിന്ന് എനിക്ക് പെട്ടെന്ന് കണ്ണൂർക്ക് പോകാം, നല്ല സ്പീഡാണ്. പക്ഷെ സഖാക്കൾക്ക് ഇഷ്ടമായില്ല. കാര്യം എന്താ അറിയോ? മാഹിയിൽ അവർ കോൺഗ്രസിന്റെ കൂടെയാണ്. അപ്പൊ അനൗൺസ്മെന്റ് വണ്ടി ഇങ്ങനെ വരുമ്പോ ബൈപ്പാസിലായതുകൊണ്ട് ഭയങ്കര സ്പീഡാണ്. രാഹുൽ ഗാന്ധിക്ക് വേ എന്നറിയുമ്പോഴത്തേന് വടകരെത്തും. ഡീന്നാണോ ഡാന്നാണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. മാഹിയിലാണെങ്കിൽ ഡീന്നാണ്, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി. വടകരെത്തിയാലോ രാഹുൽ ഗാന്ധിക്ക് വേണ്ട. അങ്ങനെ എടോ, ബൈപ്പാസിൽ സ്പീഡ് കൂടുമ്പോഴേക്ക് നിലപാടുമാണ് ഒരു പാർട്ടി ആയിട്ടാണ് ഇന്ത്യ ഭരിക്കാൻ വരുന്നത് എന്ന മിനിമം കോമൺ സെൻസ് വേണ്ട നിങ്ങൾക്ക്. എന്ത് പാർട്ടിയാണോ ഇത്? ഞാൻ സഖാക്കളോട് പറയുന്നത്, നിങ്ങളിപ്പോ ഇതാ ഖാർഗെ ഇവിടെ വന്ന് പോയിരിക്കുകയാണ്. നിങ്ങളുടെ സീതാറാം യെച്ചൂരി വരുമ്പോ പതുക്കെ മൂപ്പരുടെ സെക്രട്ടറിന്റെ അടുത്ത് കൂടിയിട്ട് ആ ഡയറി ഒന്ന് അടിച്ചു മാറ്റും. നിങ്ങൾ നോക്ക്, 26-ാം തീയതിക്ക് ശേഷം മൂപ്പരുടെ പരിപാടി എന്താണ്? 26-ാം തീയതി കഴിഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമല്ലോ, പിന്നെ എടുക്കാൻ മൂപ്പര് പോകാനുള്ളത്. എടോ, രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ കിട്ടുന്ന വണ്ടി പിടിച്ച് ആ യോഗത്തിൽ എത്താൻ വേണ്ടി ഓടുന്ന തിരക്കാണ് എന്റെ സീതാറാം യെച്ചൂരിക്ക്. അറിയാം ഞങ്ങള്. എടോ, കേരളത്തിൽ ഇന്നൊക്കെ ആകെ ഒരു MP ഉള്ളത്, ഇന്ത്യയിലോ 3 MP ഉള്ളത്. ഞങ്ങൾക്കതിൽ 2 കേരളത്തിനാണ്, നിങ്ങൾക്ക് എവിടുന്നാണ്? 2 തമിഴ്നാട്ടിൽ നിന്ന്. ഈ കോൺഗ്രസ്സുകാരൻ്റെ ലീഗുകാരൻ്റെ സ്റ്റാലിൻ്റെ ഒക്കെ കാരുണ്യം കൊണ്ടാ 2 കിട്ടണത്. തള്ളുമ്പോൾ ഒരു മര്യാദക്ക് തള്ളണം, ഒരു മാന്യതയൊക്കെ വെച്ച് പുലർത്താൻ നിങ്ങൾക്ക് കഴിയണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ.
ഞാൻ വയനാട്ടിലെ ജനങ്ങളോട് പറയണം, നമ്മൾ ഭാഗ്യവാന്മാരാണ്. എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യണത്? ആർക്ക് വേണ്ടിയാ വോട്ട്? ഞാൻ കേരളത്തിൽ മുഴുവൻ പാർട്ടി സംസാരിക്കാൻ പോകുമ്പോഴും പറയും നിങ്ങൾ രാഹുലിന് വേണ്ടിയാണ്. പക്ഷേ വയനാട്ടുകാർ നേരിട്ട് രാഹുലിനെ ജയിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, കാശ്മീരിന്റെ തെരുവിലൊരു പെൺകുട്ടി ബലാത്കാരം ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആ മനുഷ്യൻ 2:30 മണിയാണ് രാത്രി, കൊടും തണുപ്പാണ് ഡൽഹിയിൽ. ആ സമയത്ത് ഒന്ന് കിടന്നുറങ്ങട്ടെ എന്നല്ല, തന്റെ പുതപ്പ് വകഞ്ഞു മാറ്റി ആ മനുഷ്യൻ പാഞ്ഞെഴുന്നേൽക്കുന്നത് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടി സംസാരിക്കാനാണ്. ആ മനുഷ്യൻ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ആ എഴുന്നേൽപ്പിന്റെ കരുത്തായി നിങ്ങളുടെ വോട്ടിന്റെ ബലം ഉണ്ടാവണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. കാശ്മീരിലെ ജോഡോ യാത്രയുടെ സമാപനത്തിലെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിനകത്ത് രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ചില സീനുകൾ ഉണ്ടാകും. എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു കാഴ്ചയാണത്. മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ സംസാരിക്കുന്നത്. ക്യാമറയുടെ മുമ്പിൽ മഞ്ഞു വന്ന് വീണ് മറക്കുന്നുണ്ട്. ചിലപ്പോൾ അവരത് തുടച്ചു വൃത്തിയാക്കും. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, കുറച്ച് കുട്ടികൾ ഈ കൊടും തണുപ്പത്ത് എന്നെ കാണാൻ വന്നു, ഉടലുകൾ വിറക്കുന്നുണ്ട്, അവർക്ക് ധരിക്കാൻ വസ്ത്രമില്ല. ബാപ്പുജിയെ നിങ്ങൾക്കറിയില്ലേ? ബാപ്പുജി തൻ്റെ വസ്ത്രം കോട്ട് വലിച്ചെറിയുന്നത് അദ്ദേഹം ഒരു യാത്ര ആരംഭിക്കുന്ന സമയത്താണ്. ഒരു സ്ത്രീക്ക് ഉടുതുണിക്ക് മറുതുണിയല്ലെന്നറിയുമ്പോൾ തൻ്റെ കോട്ട ആ സ്ത്രീക്ക് നാണം മറക്കാൻ എടുത്തു കൊടുത്ത് ബാപ്പുജി പറയുന്നുണ്ട്, ഈ രാജ്യത്ത് ഉടുതുണിക്ക് മറുതുണി ഉണ്ടാവുന്നത് വരെ ഞാൻ വേറെ ഒരു വസ്ത്രം ധരിക്കില്ലെന്ന്. ആ മനുഷ്യനെ വെടിവെച്ച് കൊല്ലുമ്പോഴും 2 തുണിയാണ് ആ ദേഹത്തുണ്ടായിരുന്നത്. രാജ്യം വെറുതെ അങ്ങ് ഉണ്ടായി വന്നതല്ല. 947 ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോ വിൻസ്റ്റൺ ചർച്ചിൽ രാജ്യത്തോട് പറയുന്നുണ്ട്, ലോകത്തോട് പറയുന്നുണ്ട്, ഇന്ത്യ ഒരു ദുരന്തമായിരിക്കും. ആ ഇന്ത്യയാണ് നമ്മൾ ഈ കോലത്തേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. തിരിച്ചു പിടിക്കണം സ്നേഹമുള്ളവരെ. ഈ വോട്ട് രാഹുലിന് വേണ്ടി പോലുമല്ല, രാജ്യത്തിനു വേണ്ടിയാണ്. കൈപ്പത്തിയെ മറക്കാതിരിക്കുക എന്നതല്ല വിഷയം, മറ്റുള്ളവരെ കൂടി ഓർമ്മിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.